പറഞ്ഞിട്ടില്ല, വിരോധിച്ചിട്ടില്ല. മമ്പുറത്തേക്ക് കാഫിര്യങ്ങളോട് വരണ്ടെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഓല് വരുന്നേ നമ്മളിട്ട് തടയണമില്ല. കാഫിര്യങ്ങളോട് മമ്പുറത്തേക്ക് വരണ്ടെന്നോ അല്ലെങ്കിൽ മഹാന്മാരെ സന്ദർശിക്കണ്ടെന്നോ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ് തടുക്കാത്ത പിന്നെ നമ്മൾ തടുക്കാൻ നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളിട്ട് തടുക്കലുമില്ല. ഇത്ര തന്നെ അവിടെ ഉള്ളൂ. പക്ഷെ ഗുരുവായൂർ പോണ്ടാന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, മമ്പുറത്തേക്ക് പോയിക്കോളിന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങള് പോണു. എന്താ ഇപ്പൊ ഇത്ര ഇതിലിപ്പോ ഇത്ര അതിശയം എന്താ? അള്ളാഹ് തടഞ്ഞിട്ടില്ല, അള്ളാന്റെ റസൂൽ തടഞ്ഞിട്ടില്ല, പിന്നെ നമ്മളും തടയണില്ല. മറ്റടുത്ത് പറയുന്നു അള്ളാന്റെ റസൂൽ, അള്ളാഹ് പറയുന്നു മമ്പുറത്തേക്ക് പോയിക്കോളി മക്കളെ, മമ്പുറത്തെ തങ്ങളോട് ചോദിച്ചോളി സഹായം, ഗുരുവായൂരപ്പനോട് ചോദിക്കണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങള് പിന്നെ ഗുരുവായൂർക്ക് പോകണമില്ല. അപ്പൊ എന്താ ഇപ്പൊ ഇതിലുള്ള വിഷമോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങളെ ഈ മണ്ടൻ ചോദ്യം ഒഴിവാക്ക്, നേർക്കുള്ള വല്ലതൊക്കെ ചോദിക്ക്. ഒരായത്ത് ഹദീസ് ഓതാനുള്ള വകുപ്പുണ്ടാക്ക്. മനസ്സിലായില്ല? ഒരായത്തും ഹദീസും പയ്യോളിനെ കൊണ്ട് ഓദിക്കാനുള്ള വകുപ്പുണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ചോദിക്കണേന് മുഴുവൻ ആയത്തും ഹദീസും തരാനുള്ള തീരുമാനം. ദയവായി എടുത്തോളി. പറഞ്ഞിട്ടില്ല, വിരോധിച്ചിട്ടില്ല. മമ്പുറത്തേക്ക് കാഫിര്യങ്ങളോട് നെഞ്ഞിക്കട കുത്തണ ചോദ്യങ്ങൾ വന്ന നിങ്ങൾക്ക് പൊട്ടത്തിലൊക്കെ ചോദ്യം. അതായത് കാഫിര്യങ്ങൾ മമ്പുറത്തേക്ക് വന്നാല്, മമ്പുറത്ത് അത് അള്ളാഹുവിന്റെ ഔലിയ ആയിരിക്കാം, അള്ളാഹു അല്ല, നമുക്കറിയാത്തൊരു കാര്യമാണ്. കാരണം അവരുടെ ഖൈറുൽ ഷർറും അത് റബ്ബിന് മാത്രമല്ല, നമുക്കത് വിധി എഴുതാൻ കഴിയില്ല. നീ എന്തോ ആവട്ടെ, അത് അവിടെ വന്നിക്കാണ്ട് അവർ പുണ്യം നേടാൻ ഗുരുവായൂർക്ക് പോകണം. അതേമാതിരി തന്നെ അവിടെ വന്നാൽ പുണ്യം കിട്ടും, അവിടെ വന്നാൽ കാര്യങ്ങൾ സാധിക്കും. എന്താണല്ലോ, ഈ മുസ്ലിങ്ങളായ ആളുകളെ നിങ്ങൾ അങ്ങോട്ട് വലിച്ചഴിച്ച് അവർ വന്ന് കണ്ട് അവർ വന്ന് പരത്തി പറഞ്ഞ കാരണം കൊണ്ട്, പബ്ലിസിറ്റി കൊടുത്ത കാരണം കൊണ്ട് ഇവർ ഈ കാഫിര്യങ്ങൾ ഗുരുവായൂർ പോകണിടത്തും അവിടെ പോയി ഒഴുക്കുമ്പോൾ അല്ല. ഇപ്പൊ നിങ്ങളെന്താ ചോദ്യം? നിങ്ങളെ ചോദ്യം എന്താ? മമ്പുറത്തേക്ക് പോണ് എന്തുകൊണ്ട് തടയണില്ല? അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മമ്പുറത്തേക്ക് പോണത് തടയാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല, മറിച്ച് മമ്പുറത്തെ തങ്ങളോട് സഹായം ചോദിച്ചോളി എന്നാ അള്ളാഹ് പറഞ്ഞേ. അള്ളാഹും റസൂലും തടയാത്തത് കൊണ്ട് ഞങ്ങളും തടയണില്ല. ഇത് പറഞ്ഞത് ന്യായല്ലേ? ആണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞു ഓല ഖൈറും ഷെറും മമ്പുറത്തെ തങ്ങൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കുതിച്ച് ഹോ ചേതന എന്ന് പറയാ. ആ മൂപ്പര് സ്വർഗത്തിൽ പോയതാണ്, ഉമ്മർ മൗലവി സ്വർഗത്തിൽ പോയതാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിന് ഖൈറും ഷെറും അള്ളൊന്നും തീരുമാനിക്കണ്ട. അത് കേരളത്തിലെ വഹാബിയാണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. എവിടുന്നാ വഹാബികൾ വരുന്നത്? തലക്ക് സുഖമല്ല നിങ്ങൾക്ക്. മമ്പുറത്തെ തങ്ങള് സ്വർഗത്തിലാ നരകത്തിലാ ഓല ഖൈറും ഷെറും ഒന്നും തീരുമാനിക്കാൻ വഹാബിക്ക് വയ്യ. എന്നാലോ കെ ഉമർ മൗലവിന്റെ മൂപ്പര് സ്വർഗത്തിലേക്ക് ബ്ലം ചാടിപ്പോയിട്ടുണ്ട് എന്ന് അത് തീരുമാനിക്കാൻ ഇവർക്ക് വേഗം അതിന്റെ ഖൈറ് ഇവര് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതെന്നാ കുഴപ്പോ? ഈ രണ്ട് നിങ്ങളെ മഞ്ഞക്കണ്ണാട മാറ്റിയിട്ട് നോക്കിയാൽ മതി വഹാബികളെ, എന്നൊക്കെ ശരിയാവും. ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും ഞാൻ ചോദിച്ചാലും അതിന് മറുപടി വഹാബികൾക്കാണ് പയ്യോൾ ഉസ്താദ് കൊടുക്കുന്നത്. അത് പിന്നെ നിങ്ങളൊരു വീക്കൻസ്, അതിൻ്റെ വിഷയമല്ല. പിന്നെ ഉസ്താദ് നിങ്ങളിപ്പോൾ ഇതിനൊക്കെ നിങ്ങളതിനൊക്കെ ഉദാഹരണം പിടിക്കുന്ന കൊടുക്കാറോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതേമാതിരി സഹാബത്തിനൊക്കെ നേരത്തെ ഉസ്താദ് നമ്മൾ കരീമിനോട് പറഞ്ഞെങ്ങനെ നബി തങ്ങളും ഉസ്മാനബിനൊപ്പം തങ്ങൾ അവർ ചരിത്രങ്ങൾ അവിടെ പറഞ്ഞല്ലോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ നേതാവാണ്. എന്നിട്ട് ആ നബി തങ്ങൾ പറഞ്ഞത് ഉസ്മാനപ്പ തങ്ങളോട് എന്തല്ലോ, ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. അതേമാതിരിയാണ് ഈ മമ്പുറം തങ്ങൾ കഴിക്കണത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും രേഖ ഉണ്ടോ? നിങ്ങളാണ് വെറും പൊട്ടത്തരം പറഞ്ഞിട്ട് അവിടെ കാഫിങ്ങളും മുസ്ലിങ്ങളെ കൊടുങ്ങാണ്ട് നിങ്ങൾ വരുമാനം വിറ്റ് ജീവിക്കുക. എന്നിട്ട് അതിന് ഇസ്ലാം എന്ന് പേരും, എന്നിട്ട് അതിന് സുന്നി, സമസ്ത സുന്നി, എന്നിട്ട് പിന്നെ 2 ഇംഗ്ലീഷ് അക്ഷരം ഇട്ട്. അപ്പൊ ഉമ്മർ മൗലവി സ്വർഗത്തിലാന്ന് അള്ളാന്റെ റസൂലാ പറഞ്ഞത്, അല്ല ഖുർആനിലോ? എവിടെയാണുള്ളത്? ഉമ്മർ മൗലവി സ്വർഗത്തിൽ പോയിട്ടുണ്ട് എന്ന്. ഒരു മിനിറ്റ്, അത് വഹാബിക്ക് പറയാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ മമ്പർന്നങ്ങൾ സ്വർഗത്തിലാന്ന് പറഞ്ഞാൽ അത് തെറ്റ്. അതിന് ഖുർആൻ വേണം, ഹദീസ് വേണം, എന്തൊക്കെ വേണം. എന്നിട്ട് മമ്പുറത്തെ തങ്ങൾ സ്വർഗത്തിലാണ്, വലിയാണ് എന്നുള്ള ഖുർആനിൽ കാണിച്ചു കൊടുക്കണം എന്നാ ഇപ്പൊ പറയണത്, അല്ലെങ്കിൽ ഹദീസ് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ എന്ന്? എന്നാ ചങ്ങാതിമാരെ കേട്ടോ, ബുഖാരിയിൽ ഹദീസുണ്ട്, പഠിച്ചു വെച്ചോ.
ബുഖാരിയിൽ ഹദീസ് ഉണ്ട്, വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോ. ഒരു മഹാരഥനായ മനുഷ്യനെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ അവൻ ജിബ്രീലിനെ വിളിക്കും അല്ലാഹു തആല. എന്നിട്ട് ജിബ്രീലിനോട് പറയും, ജിബ്രീലേ, ഞാൻ ഇന്നാലിന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്ത് മലക്കുകളുടെ അടുക്കലേക്ക് വന്നിട്ട് മലക്കുകളോട് പറയും, മലക്കുകളെ, അള്ളയും ഞാനും ഇന്നാലിന്ന മനുഷ്യനെ പ്രിയം വെച്ച് പോയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. അപ്പൊ അവരെല്ലാം അള്ളയും ജിബ്രീലെ നിങ്ങളും ഇഷ്ടപ്പെട്ട ഒരാളെ ഞങ്ങളും ഇതാ ഇഷ്ടപ്പെടുന്നു. ആ മലക്കുകള് ഭൂമി ലോകത്തുള്ള സത്യവാന്മാരായ അള്ളാഹുവിന്റെ അടിയാറുകളെ നോക്കിക്കൊണ്ട് പറയും, അള്ളയും മലക്കുകളും ഇന്നാലിന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണമെന്ന് ഭൂമി ലോകത്തെ മനുഷ്യരെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുമെന്ന് ഖാല റസൂലുള്ളാഹി. എന്നിട്ട് പറയാ അതിന്റെ അടയാളം ബുഖാരിയിൽ ഹദീസ, ഭൂമി ലോകത്ത് അവനെ വലിയായിട്ട് അംഗീകാരം നൽകും, അവന് സ്വീകാര്യ യോഗ്യത അള്ളാഹുവിന്റെ അടുക്കൽ മുഖറബായി മഷഹൂറാക്കപ്പെടുന്നതാണ്. അങ്ങനെ കിട്ടിയ ആളാണ് മമ്പർത്ത തങ്ങള്. മനസ്സിലായോ? ഇത് റസൂലുള്ള പറഞ്ഞ ഹദീസാണ്. ഭൂമി ലോകത്ത് അംഗീകാരം അള്ള നൽകുമെന്ന് പറഞ്ഞ ആ അംഗീകാരം ലഭിച്ച മഹാനാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തീരുമാനമെടുത്ത്. എന്നാലോ ഭൂമി ലോകത്ത് ഒരംഗീകാരവും ഇല്ലാത്ത അബ്കാരി നേതാവ് ഉമ്മർ മൗലവി സ്വർഗത്തിലാന്ന് പറയുന്ന നിങ്ങളെ കാര്യം കട്ടപ്പുക തന്നെയാണ്. മനസ്സിലായോ? ഞങ്ങള് മഹാന്മാരെ മഹാനാന്ന് പറയുന്നതിന്റെ കാരണം റസൂലുള്ള പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ? ബിസ്മിയെ ഇനി എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ല, ഇന്ന് ചോദിക്കണതിന് മുഴുവൻ ഹദീസ് ആയെത്തുക, വേറെ വർത്താനൊന്നുമില്ല. വേഗം മൈക്കെടുത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബുഖാരിയിലെ ഹദീസ് അത് ഉസ്താദെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കച്ചവടം ചെയ്യാനുള്ള ഒന്നല്ല. നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങനെ ബുഖാരിന്റെ ഹദീസ് വെച്ചാണ് പറഞ്ഞല്ലോ. നിങ്ങൾ കേട്ടോളൂ, ഞാൻ പറഞ്ഞ കേട്ടോളൂ. ഇതില് ഇപ്പോ കാന്തപുര സമസ്തനെ പിൻപറ്റുന്ന ആളുകള്, അതായത് മലപ്പുറത്തുനിന്ന് പെരിന്തൽമണ്ണക്ക് പോണ വഴിയിൽ മക്രപറമ്പ് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പെരുന്താട്ടി എന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു മമ്പർത്തെ തങ്ങളെ വിട്ടോ പെരുന്താറ്റേരി അബ്ദുറഹ്മാൻ ഷെയ്ഖിലേക്കാ പോണത്. മാഷാ അല്ലാഹ്, നിങ്ങളെ പാഠം ഞങ്ങൾ പഠിപ്പിച്ചു തരും. ഷെയ്ഖ് അബ്ദുറഹ്മാൻ പെരുന്താറ്റേരിയിലേക്കാണ് ഇപ്പൊ പോയത്. മമ്പർത്തെ തങ്ങളെ വിട്ടു. മമ്പർത്തെ തങ്ങളെ തീരുമാനമായോ? അത് പറയും. എന്നിട്ട് അടുത്ത പെരുന്താറ്റേരിയിലേക്ക് പോകാം നമുക്ക്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ പെരുന്താറ്റേരിയിലേക്ക് നമുക്ക് അടുത്തത് പോകാം. ഒരങ്ങക്കത് ഇനി അല്ല, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയവും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വിഷയവുമാണ്. പക്ഷെ മമ്പർത്തെ തങ്ങളെ തീരുമാനമാകട്ടെ, എന്നിട്ട് അടുത്തയിലേക്ക് പോകാം. വേഗം മൈക്കെടുത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പയ്യോളി സാർ നല്ല ഹാപ്പി ആയിക്കൂടെ, നല്ല സന്തോഷത്തിലുള്ള നല്ലോണം കായ് വാരി തിന്നാൻ കിട്ടും നമുക്ക് അവിടെ. ഈ പല സ്ഥലങ്ങളൊക്കെ കായ് വാരി തിന്നാ നിങ്ങൾ ജീവിക്കുക, നിങ്ങൾ അങ്ങനെ ജീവിച്ചോട്ടോ. എന്നിട്ട് നിങ്ങളൊരു സുന്നി എന്ന് പേര്, അതാണ് സങ്കടം. സുന്നി എന്ന പേര് കൊടുത്തിട്ടാണ് നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ ഉഷാറായി ജീവിച്ചോട്ടോ. നല്ല ഡയലോഗ് അതെല്ലാം കാച്ചിക്കണ്. ഉഷാർ ഉഷാർ, വളരെ ഉഷാർ. നിങ്ങൾ അങ്ങനെ ജീവിച്ചോളി. ജാറം വിറ്റിക്കാണ്ട് കെട്ടിപ്പൊച്ചാണ്ട് അതിനകത്ത് കിടക്കുന്ന നല്ലവരായ ആളുകൾ ആണെങ്കിൽ അവരും കൂടെ പാപങ്ങളാണ് ഏറ്റോടിട്ടോ. ഞാൻ റിലീസ്. ഇതിനിപ്പോ ഏതായത്താവതുണ്ട്, ഇതിനിപ്പോ ഏതായത്താവതുണ്ട്, എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഖുർആനും ഹദീസും അനുസരിച്ച് എന്നെ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ വർത്താനങ്ങളൊക്കെയും നമ്മൾ സംസാരിക്കുന്നത് ഖുർആനും ആയത്ത്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതിന് ഏതായത്താവതുണ്ട് ചോദ്യം വന്നില്ല. കായ് വാങ്ങാൻ പറ്റുമെന്നുള്ള നിങ്ങളെ ചോദ്യം ആണോ? എനിക്ക് മനസ്സിലാവണില്ല.
എന്താ നിങ്ങളെ ചോദ്യം? ചോദ്യത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. വിസ്മി തൊണ്ടയൊക്കെ കുടുങ്ങിയിട്ടുണ്ട്, വിസ്മിക്ക് മുണ്ടാൻ വയ്യ, വളരെ ഹാപ്പിയാണ്. അള്ളയാണ് ജനങ്ങളെ പലരെയും ചിരിപ്പിക്കുന്നത് അല്ലേ? അള്ളാഹു ആണ് കരയിപ്പിക്കുന്നതും. പരിശുദ്ധ ഖുർആനിൽ തന്നെ ആയത്ത് കാണാ അല്ലേ? അള്ളയാണ് ചിരിപ്പിക്കുന്നത്. യൗമ തബിയല്ലു വുജൂഹും വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ പ്രകാശിക്കും സന്തോഷം കൊണ്ട്. ബി ഹാപ്പി, നമ്മൾ ഹാപ്പിയാ. ചില മുഖങ്ങൾ ഹാപ്പി കാരണം സന്തോഷിക്കും. വതസ്വദ്ദു വുജൂഹൻ, ആ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് കാണാ, അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. യൗമ തബിയല്ലു വുജൂഹു അഹ്ലി സുന്ന വതസ്വദ്ദു വുജൂഹു അഹ്ലിൽ ബിദ്അ, ബിദ്അത്തിന്റെ അഹ്ലുകാരുടെ മുഖം കറുത്തിരുണ്ട് പോകും. കാരണം ചോദ്യത്തിന് മറുപടി ഉണ്ടാവില്ല, ചോദ്യത്തിന് മറുപടി ഉണ്ടാവില്ല, അപ്പൊ കറുത്തിരുണ്ട് പോകും. എന്നാലോ സുന്നിയുടെ മുഖം അഹ്ലുസുന്ന, സുന്നിയുടെ മുഖം പ്രശോഭിതമായിരിക്കും, ഹാപ്പി ആയിരിക്കും. കാരണം എന്താ? അവര് ചോദിക്കണതിനൊക്കെ മറുപടി ടക ടകാ വരികയാണ്. ഇത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതും. ഇനി എന്താ വേണ്ടത്? അതുകൊണ്ട് ഇന്നെ ചിരിപ്പിക്കുന്നത് പടച്ചവനാണ്, നിങ്ങളെ കരയിപ്പിക്കുന്നതും പടച്ചവനാണ്. അതിനിപ്പോ യാതൊരു രക്ഷയില്ല വിസ്മയെ. എനിക്ക് ഹാപ്പി നൽകിയതും അള്ളയാണ്, നിങ്ങൾക്ക് പ്രയാസം നൽകുന്നതും റബ്ബാണ്. കുല്ലും മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ് സർവവും. ഹക്കിലേക്ക് മടങ്ങിക്കൊള്ളുക. മനസ്സിലായോ? ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് ശരിയാ ഉസ്താദെ, കാരണം നിങ്ങളതാണ് ഹക്ക്, ഒരു സംശയവുമില്ല. നരകം ഉറപ്പായിട്ടോട് കിട്ടും, അതന്നെ ഹക്ക് നിങ്ങളത്. ഞാൻ റിലീസ്. എന്തൊരു കഷ്ടാണ്. ചോദ്യം വീണ്ടും ഇല്ല, ചോദ്യം വീണ്ടും ഇല്ല. ഓൺലി കമന്റ്. എന്ത് കമന്റ്? വളവള കമന്റ്, ഇത്രേ ഉള്ളൂ. ഇങ്ങനൊരു എടങ്ങേറ് വഹാബിക്ക് പറ്റിയൊരു ദിവസം ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ചോദ്യം പോലും വരുന്നില്ല. കാരണം ചോദ്യം വന്നിട്ട് കാര്യമില്ല മക്കളെ. കാരണം ചോദ്യം ചോദിക്കാൻ നിങ്ങളെടുത്തില്ല. പിന്നെ നിങ്ങളിപ്പോ പറയണ എന്താ? ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാലും നരകത്തിലേക്ക് പോകുന്ന, കാരണം ഞങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅ അല്ലേ? അത് യാഥാർത്ഥ്യമാണ് മക്കളെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ കൂടെ കൂടിയാൽ നരകത്തിലേക്ക് പോകാം. പക്ഷേ അത് ദജ്ജാലിന്റെ കയ്യിലുള്ള നരകമാണ്. പക്ഷേ റസൂലുള്ള പറഞ്ഞു, ആ നരകത്തിലേക്ക് എടുത്തു ചാടിക്കോളൂ, കാരണം അത് സ്വർഗമാണ്. എന്നാൽ ദജ്ജാല് കാണിക്കുന്ന സ്വർഗത്തിലേക്ക് ചാടിപ്പോകരുത്, അതാണ് മക്കളെ നരകം. റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നരകം ഉണ്ടല്ലോ, അത് ദജ്ജാലിന്റെ കയ്യിലുള്ള നരകമാണ്. വരാൻ താല്പര്യമുണ്ടോ? ഞങ്ങൾ പോകാൻ തയ്യാറാ. ദജ്ജാല് കാണിക്കുന്ന നരകമുണ്ട്, ആ നരകത്തിലേക്ക് വീഴണം. അപ്പൊ അടിയിൽ സ്വർഗാണ് മക്കളെ. അതിലേക്ക് കയറണമെങ്കിൽ ദജ്ജാലിന്റെ കയ്യിലുള്ള നരകത്തിലേക്കാ പോണ്ടേ. ദജ്ജാൽ മീൻസ് ഇബ്ലീസ് അഥവാ വഹാബികൾ പറയുന്ന നരകമുണ്ട്, ആ നരകത്തിലേക്ക് ചാടിക്കോളൂ, അതിന്റെ അടിയിൽ സ്വർഗമാണ്. ഖാല റസൂലുള്ളാഹി, നബി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൈക്കെടുക്കി. രക്ഷയില്ലട്ടോ വിസ്മയ. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഹദീസും ആയത്തും വരും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇനി എന്തോതിയാലും ആയത്തും ഹദീസും പുറന്നങ്ങട്ട് വരും. വേഗം മൈക്കെടുക്കാൻ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ആയത്തും ഹദീസും ഓതുനാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ആയത്തും ഹദീസും ഓതിക്കാടന്നെ നിങ്ങൾ ഈ കച്ചവടം ചെയ്ത് ജീവിക്കണത്. അതാ ഞാനീ പറഞ്ഞത്. അതെന്താ ദുർവ്യാഖ്യാനം ചെയ്ത് കച്ചവടം ചെയ്ത് ജീവിക്കാണ്, ഈ പാവങ്ങളെ പറ്റിക്കാണ്. എന്നിട്ട് നിങ്ങളെ കൂടെ സ്വർഗം കിട്ടും നിങ്ങൾ പറഞ്ഞത്. ദജ്ജാലിന്റെ കൈക്കുള്ള നരകം നിങ്ങൾക്ക് സ്വർഗമാണെന്ന് നിങ്ങൾ പറഞ്ഞത്. എന്താ എവിടുന്ന് ഇതൊക്കെ എന്തോ ഒരുപാട് പാവങ്ങളുണ്ട്, അവരെ പറ്റിച്ച് നിങ്ങൾ ജീവിക്കുക, നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക. എന്നിട്ട് അള്ളയാണ് ദജ്ജാല് പറയണ സ്വർഗം അത് നരകവും, ദജ്ജാല് പറയണ നരകം സ്വർഗാണെന്നാണ് നിങ്ങൾ പറയണത്. ഞാനല്ല പറഞ്ഞത്, മുത്തുനബി പറഞ്ഞതാ.
ഞാനല്ല പറഞ്ഞത്, അത് മുത്തുനബി പറഞ്ഞതാ. യകൂന ഫീ ആഖിരി സമാനി ദജ്ജാലൂന കസാബൂന യഅതൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും. കുറെ ദജ്ജാലിങ്ങൾ വരാനുണ്ട്. ഓല് കുറച്ച് സ്വർഗ്ഗം ഇങ്ങനെ എടുത്ത് കാണിക്കാൻ തുടങ്ങും. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ചാടം കേട്ടോ, കാരണം അത് നരകാണ്. നിങ്ങളെ ഓല് കാണിക്കുന്ന നരകമുണ്ട്, ആ നരകത്തിലേക്ക് ചാടിക്കോളൂ. ഇത് മുത്തു റസൂല് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ പറയണെന്ന് ഇന്റെ വീട്ടിക്ക് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. മൈക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന് പയ്യോളി ഉസ്താദ്, ഞാൻ മുത്ത് റസൂൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങള് അത് നിങ്ങൾ ഈ പാവങ്ങളില് പറഞ്ഞ് പ്രചരിപ്പിച്ച് നിങ്ങൾ അതോട് ജീവിക്കാണെന്നാ പറഞ്ഞത്. നിങ്ങളെ വളച്ചൊടിക്കണേ, നിങ്ങളത് വേണ്ടതിനും വേണ്ടാത്തിനും കൂടുതൽ വേണ്ടാത്തിനാ വെക്കണമെന്ന് ഞാനും പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞ എന്താ ഈ ബിസ്മിക്ക് പറ്റിയത്? ഞങ്ങൾ എന്ത് ചെയ്യാണ്? അത് പാവങ്ങളോട് പറഞ്ഞുങ്ങാണ്ട് ജീവിക്കാണ്, പിന്നെ പറഞ്ഞുങ്ങാണ്ട് മരിക്കണ. എത്ര വിസ്മയ, തലക്ക് സുഖമില്ലാത്ത വർത്താനം പറയില്ലേ? ഞങ്ങളെ പറഞ്ഞുങ്ങാണ്ട് മരിക്കണ, ഞങ്ങളെ പറഞ്ഞുങ്ങാണ്ട് ജീവിക്കുന്നതാണ്. ഞങ്ങളെ ജീവിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ചത് തന്നെ അത് പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ല? ഞങ്ങളത് പറഞ്ഞു കണ്ട് ജീവിക്കുക തന്നെ, ഞങ്ങളുടെ ജീവിതം മുഴുവനും അത് പറയാനാ. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഞങ്ങളത് പറഞ്ഞുങ്ങാണ്ട് മരിക്കണോ? പിന്നെ ഞങ്ങളത് പറഞ്ഞുങ്ങാണ്ട് ജീവിക്കുക തന്നെയാണ്. ഞങ്ങൾ ജീവിക്കുന്നതേ അത് പറയാനാണ്. പോരെ, ഞങ്ങൾ ജീവിക്കുന്നതേ അത് പറയാനാണ്. മൈക്ക് ഇനി ബിസ്മിക്ക് വല്ലതും പറയാനുണ്ട്, പറഞ്ഞോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഞാനിപ്പത്തിന് ഞാൻ ഈ പറഞ്ഞത് നിങ്ങളോടല്ലേ, അപ്പൊ നിങ്ങൾ കേൾക്കണമൊന്നുമില്ലേ? പിന്നെ നിങ്ങളിപ്പോ ആരോടെ ഈ മറുപടി പറഞ്ഞ്? അത് നിങ്ങൾ ഈ SGV-ലുള്ള നിങ്ങളെ ഭാഷയിൽ പറഞ്ഞുള്ള ഞാൻ ആ ഭാഷ ഞാൻ ഉപയോഗിക്കണില്ല. എന്നുള്ള അതാണോ? ഞാനീ പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം, ഞാൻ കേൾക്കണില്ലേ?